നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ 2 റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികളെ ടബ്ബുകളിലേക്ക് ഇറക്കി വിടുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഈ ഒരു കണ്ടെയ്നറിലിട്ട് ഡിസ്പ്ലേ ചെയ്തതാണ്. ആ സമയത്ത് നമ്മൾ എടുത്തൊരു ഷോർട്ട് വീഡിയോ ആണ്. ടബ്ബുകൾ 2 നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ചെടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അതിലേക്ക് നമ്മൾ മാറ്റുന്നതൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഇഞ്ച് സൈസ് വരുന്ന 2 എണ്ണത്തിനാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു പീസിന് 300 രൂപയാണ് പ്രൈസ് വന്നത്. നമ്മൾ ഇവരെ വാങ്ങിയ ജയന്റ് ഗൗരാമി ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും പിന്നെ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡ് ടെയിൽ ജയന്റ് ഗൗരാമിയുടെ കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം ഈ കണ്ടെയ്നറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കാനും പറ്റും. അപ്പോൾ 2 ഇഞ്ച് വരുന്ന ചെറിയ സൈസാണ്. ഇപ്പോൾ ഇതിൻ്റെ ശരീരത്തിൽ റെഡ് കളറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കുറച്ച് വലിപ്പം വയ്ക്കുമ്പോഴാണ് ഈ റെഡ് കളറൊക്കെ കയറി വരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ബ്ലാക്ക് വെറൈറ്റിയുടെ ആ ഒരു ലുക്കാണ് വരിക. പക്ഷേ ശരിക്കും എക്സാക്ട്ലി ബ്ലാക്കിൻ്റെ ആ ഒരു പാറ്റേൺ ആണെന്ന് ചോദിച്ചാൽ അല്ല. ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആണെന്ന് നമുക്ക് തോന്നും. ഇവരുടെ ശരീരത്തിൽ ചെകിളകളുടെ തൊട്ടടുത്തായിട്ട് പെക്ടോറൽ ഫിൻസിൻ്റെ അടുത്തായിട്ട് ഒരു ബ്ലാക്ക് സ്പോട്ടും അതുപോലെ തന്നെ ആ ടെയിലിൻ്റെ അവിടെ നിങ്ങൾക്കൊരു ബ്ലാക്ക് സ്പോട്ട് കാണാം. അതുപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയ സൈസിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സൈസിലൊക്കെ ബ്ലാക്ക് വെറൈറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ബോഡീനേക്കാളും കുറച്ചും കൂടി ഫ്ലാറ്റാണ് നമ്മുടെ ബ്ലാക്ക് വെറൈറ്റിയുടെ ബോഡി. ഇവരുടെ ബോഡി അത്രയ്ക്ക് അങ്ങ് ഫ്ലാറ്റ് അല്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡിയിൽ കാണുന്ന ആ സ്പോട്ടുകൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈസ് അനുസരിച്ചാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വലിയ സൈസിന് അതിനനുസരിച്ച് പ്രൈസ് കൂടുതലായിരിക്കും. പിന്നെ ഈ ഫാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത ലോങ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫാമിൽ നിന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലിപ്സൊക്കെ ആ വീഡിയോയ്ക്ക് അകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫാം ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടും ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ മുമ്പ് ചെയ്ത ഫാമിൻ്റെ വീഡിയോ കാണുക. അതുപോലെ തന്നെ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികൾ മറ്റ് ജയന്റ് ഗൗരാമികളെ പോലെ തന്നെ വലിയ സൈസിലേക്ക് വളരുന്ന ജയന്റ് ഗൗരാമി തന്നെയാണ്. മാത്രമല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വെറൈറ്റിയുമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സോട്ടിക് വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. വലിയ സൈസിനെ ആണെങ്കിലും ചെറിയ സൈസുകളെ ആണെങ്കിലും പല സ്ഥലങ്ങളിലും ഇവരെ വിൽക്കുന്നത് ഇമ്പോർട്ട് ചെയ്തിട്ടാണ്. അതിന് കാരണം ഇവരെ ബ്രീഡ് ചെയ്യിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ വാങ്ങിയ ഈ ഫാമിൽ അവർ റെഡ് ടെയിൽ ജയന്റ് ഗൗരാമികളെ ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ബ്രീഡ് ചെയ്യിച്ച് ഇറങ്ങിയ കുഞ്ഞുങ്ങളെയാണ് അവർ സെയിൽ ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ റിയൽ ടാസ്കും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവരെ നമുക്ക് കെയർഫുള്ളായിട്ട് തന്നെ വളർത്തി വലുതാക്കണം. ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റ് ജയന്റ് ഗൗരാമി വെറൈറ്റികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ കുറച്ചുകൂടി സെൻസിറ്റീവ് ആണെന്നാണ് ഫാമിൽ നിന്ന് പറഞ്ഞത്. അതായത് കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. തൽക്കാലത്തേക്ക് ഒന്ന് അവരെ സെറ്റാക്കി എടുക്കാനായിട്ട് ഈ ടബ്ബുകളിലേക്കാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വേറെ ടാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും.